ഇത് കായിക രംഗത്ത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. എ ലീഗിൽ ഉൾപ്പെടുന്ന മികച്ച കളിക്കാർ, അതായത് ഏറ്റവും ഉയർന്ന നിലവാരത്തിന് തൊട്ടുതാഴെയുള്ളവർ, നമുക്കതിനെ അന്താരാഷ്ട്ര തലം എന്ന് വിളിക്കാം. അവർ അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അവർക്ക് ഒടുവിൽ ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു അവസരം ലഭിക്കുമ്പോൾ അവർ ദയനീയമായി പരാജയപ്പെടുന്നു. എന്തുകൊണ്ട്? അവരിൽ എന്തോ ഒന്ന് നിരന്തരം മന്ത്രിക്കുന്നുണ്ട്. നീ മിടുക്കനാണ്, പക്ഷെ ഈ ഉയർന്ന നിലവാരം നിനക്കുള്ളതല്ല എന്ന്. രഞ്ജി ട്രോഫിയിലും ദുലീപ് ട്രോഫിയിലും മികച്ച പ്രകടനം നടത്തുന്ന ഒരു ബാറ്റ്സ്മാൻ ഒരു ആഭ്യന്തര മത്സരത്തിൽ സമാനമായ ഒരു പന്ത് ലഭിച്ചാൽ അയാൾ അത് ബൗണ്ടറിയിലേക്ക് അടിച്ചവിട്ടു. എന്നാൽ ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ സമാനമായ ഒരു പന്ത് ലഭിക്കുമ്പോൾ അയാളുടെ വിക്കറ്റ് നഷ്ടപ്പെടുന്നു. എന്തുകൊണ്ട്? താൻ ഏറ്റവും ഉയർന്ന തലത്തിലുള്ളവനല്ല എന്ന് അയാളുടെ ഉള്ളിലെ എന്തോ ഒന്ന് അയാളോട് പറയുന്നു. അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് നിങ്ങളോട് പറഞ്ഞത് ആരായാലും അയാളെ തിരസ്കരിക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ അത്തരം സ്വാധീനങ്ങൾ എപ്പോഴും ഉണ്ടാകാറുണ്ട്. സ്നേഹത്തിന്റെ കാര്യത്തിൽ സ്നേഹം തന്നെയാണ് അതിന്റെ യോഗ്യത. മറ്റൊരു യോഗ്യതയും ആവശ്യമില്ല. നിങ്ങൾ മിടുക്കനാണെന്ന് പറയാൻ മറ്റാരുടെയും ആവശ്യമില്ല. നിങ്ങൾ ഒന്നിനെയെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ഇതിനകം തന്നെ യോഗ്യനാണ്.